സാറ ഈ ഹോട്ടലിലെ ഒരു വെയിട്രസ് ആയിരുന്നു. ഒരു ദിവസം പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കേക്കിന്റെ പീസ് അവിടെ ഇരിക്കുന്നത് കണ്ടത്. ആരും കാണുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവൾ അത് കഴിക്കുകയാണ്. അങ്ങനെ അവൾ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വായിലെന്തോ തടയുന്ന പോലെ അവൾക്ക് തോന്നിയത്. നോക്കിയപ്പോൾ അതൊരു റിംഗ് ആയിരുന്നു. സമയം തന്നെ അങ്ങോട്ട് ഒരാൾ ഇടിച്ചു കയറി വരുന്നുണ്ടായിരുന്നു. അയാൾ ഗേൾ ഫ്രണ്ടിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി കേക്കിനകത്ത് റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അയാൾ അവളോട് ചോദിക്കുകയാണ്, നീ ആ റിംഗ് കണ്ടായിരുന്നു എന്ന്. അവൾ ഇല്ലാന്ന് തന്നെ പറഞ്ഞു. അവൾ പറഞ്ഞത് വിശ്വാസമാവാഞ്ഞിട്ട് അയാൾ ആ കേക്ക് പരിശോധിക്കുകയാണ്. ഇല്ലാന്ന് കണ്ട് ദേഷ്യം പിടിച്ച് അയാൾ പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോഴാണ് അവൾക്കൊന്ന് ആശ്വാസമായത്. അവൾ വായിന്ന് ആ മോതിരം എടുത്ത് നോക്കുകയാണ്. ജോലി കഴിഞ്ഞിട്ട് അത് അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ അവൾ തീരുമാനിച്ചു. അങ്ങനെ അവൾ ആ മോതിരം അയാൾക്ക് കൊടുക്കുകയാണ്. ഇതിന് മുന്നേ തന്നെ അയാളുടെ ഗേൾഫ്രണ്ട് അയാളോട് ദേഷ്യപ്പെട്ട് പോയി കഴിഞ്ഞു. തന്നെ ഈ സത്യാവസ്ഥ അവളോട് പറയണം എന്ന് പറഞ്ഞ് അയാൾ ഇവളെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ആദ്യം ഇവള് വരാൻ കൂട്ടാക്കിയില്ല, നിർബന്ധിച്ച് തന്നെ കൊണ്ടുപോയി. അങ്ങനെ അവർ ആ ഗേൾഫ്രണ്ട് ഉള്ള ഹോട്ടലിലെത്തി. സമയം അയാൾ കണ്ടത് ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. അയാളുടെ ഗേൾഫ്രണ്ട് മറ്റൊരു പുരുഷനുമായിട്ട് ഇടപഴകുന്നതായിരുന്നു അയാൾ കണ്ടത്. ശരിക്കും അയാൾക്ക് അതൊരു ഷോക്കായി മാറി. ഗേൾഫ്രണ്ടിനോടുള്ള പ്രതികാരത്തിന് സാറയോടൊപ്പം പറയുകയാണ്, എന്റെ ഗേൾഫ്രണ്ട് ആയിട്ട് അഭിനയിക്കാമോന്ന്. അവളെ ജലസ് പിടിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അതിന് സമ്മാനമായി മോതിരം വെച്ച് നീട്ടുകയാണ് അവൾക്ക്. അങ്ങനെ അവൾ അയാളുടെ ഗേൾഫ്രണ്ട് ആയിട്ട് ഒരുങ്ങാൻ തുടങ്ങി. എന്റെ മുന്നിൽ അഭിനയിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ പോലും അവളുടെ മനസ്സിൽ ഇതുപോലൊരു രാജകുമാരിയായി ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം. അവളുടെ ജീവിത സാഹചര്യങ്ങൾ അതിന് അനുവദിക്കാത്തത് കൊണ്ടാണ് അവൾ ഒരു ഡിഷ് വാഷറായി മാറിയത്. അങ്ങനെ അവൾ ഒരുങ്ങിയ ഒരു രാജകുമാരിയെ പോലെ അവന്റെ മുന്നിൽ വരികയാണ്. അവൻ ശരിക്കും അതിശയിച്ചു പോയി. അത് കണ്ട് അവളോട് കോംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു, നീ വളരെ സുന്ദരിയായിരിക്കുന്നു എന്ന്. ഫ്രണ്ടിനെ ജലസ് പിടിപ്പിക്കാൻ വേണ്ടി ഒരു ഡാൻസ് ചെയ്താലോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഡാൻസ് ചെയ്യുകയാണ്. കണ്ടിട്ട് മറ്റവൾക്ക് ശരിക്കും ജലസായി. അങ്ങനെ അവൾ ആ മോതിരം പിടിച്ചു വാങ്ങിയിടുകയാണ്. നമുക്കെല്ലാം മറക്കാമെന്ന് പറയുകയാണ്. പക്ഷെ അവൻ അവളോട് അപ്പം ആ ഫീലിങ്സ് ഇല്ലായിരുന്നു. സമയം അവൻ അറിയാതെ തന്നെ സാറയെ അവൻ ഇഷ്ടപ്പെടുകയായിരുന്നു. സാറയ്ക്കും തിരിച്ച് അവനോട് ഒരു ഇഷ്ടവും ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുകയായിരുന്നു അവൻ. ഇതൊക്കെ കണ്ടു നിന്ന് വിഷമമായി സാറ തിരിഞ്ഞു പോവുകയാണ്. എനിക്ക് അർഹിക്കാത്ത ഒരു കാര്യമാണ് താൻ സ്വപ്നം കാണുന്നതെന്ന് സാറയുടെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ അവൾ വിഷമിച്ച് പോവുകയാണ്. അങ്ങനെ 3 മാസങ്ങൾ കഴിഞ്ഞു പോയി. ഒരു ദിവസം വെയിട്രസിന്റെ ജോലി അവൾ പഴയ പോലെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവളുടെ ബോസ് പറയുകയാണ്, ആ 4ാമത്തെ ടേബിൾ സാറയ്ക്ക് നോക്കാൻ കഴിയുമോ എന്ന്. അങ്ങനെ അവൾ ഓർഡർ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയായിരുന്നു. പക്ഷെ അവൾ ഞെട്ടിപ്പോയി. അത് നമ്മുടെ നായകനായിരുന്നു. അവൻ അന്ന് വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. അവന്റെ ടേബിളിൽ ഒരു കേക്കിന്റെ പീസും ഉണ്ടായിരുന്നു. അവൻ അവളോട് ചോദിക്കുകയാണ്, ഇതെന്താ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, ഒന്നിനും കൊള്ളില്ലല്ലോ എന്ന്. താൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, എന്നിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ കഴിച്ചു നോക്കാൻ അനുവാദമില്ല എന്ന്. പക്ഷെ അവൻ നിർബന്ധിച്ച് അവളെ കഴിപ്പിക്കുകയാണ്. അങ്ങനെ അവൾ ആ കേക്കിന്റെ പീസസ് ടേസ്റ്റ് ചെയ്തു. അങ്ങനെ അവൾ അത് കഴിച്ചു നോക്കി. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ അവളുടെ വായി കുടുങ്ങി. നോക്കിയപ്പോൾ അതൊരു റിംഗ് ആയിരുന്നു. ഇന്ത്യക്ക് സമയം കൊടുക്കുന്നതിന് മുന്നേ അവളുടെ ഏപ്രോൺ റിമൂവ് ചെയ്തിട്ട് അവൻ അവളുടെ കൂടെ ഒരു കപ്പിൾ ഡാൻസ് ചെയ്യുകയായിരുന്നു. അവൻ അവളെ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു.